നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഓൺ വോയിസിൽ ഒന്ന് വീഡിയോ എടുക്കാമെന്നുള്ളൊരിതിൽ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഒരു അങ്ങനെ ഓൺ വോയിസ് കൊടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പുതിയൊരു റൊട്ടീനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വാവ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകാൻ തുടങ്ങി, LKGയിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുക്കിങ്ങൊക്കെ തീർക്കണം. ലഞ്ച് കൊടുത്തു വിടണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് വിടണം, അതുപോലെ സ്നാക്സൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ പുതിയൊരു റൊട്ടീനാണ്. ഞാൻ രാവിലെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു നാക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എക്സ്ട്രാ ടൈം വേണം. അതുപോലെ നമുക്ക് ആ ഒരു ടൈം എങ്ങനെയാണെന്ന് അറിയില്ല, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ ആ ഒരു ടൈം ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാം. രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ രാവിലത്തെ ആ ഒരു കുക്കിങ്ങൊക്കെ ആയതുകൊണ്ട് ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ മെസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. കുറേ പാത്രങ്ങളുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പാത്രം കഴുകിയിട്ടാണ് കേട്ടോ കിടന്നത്. എന്നിട്ട് ഇത്രയും പാത്രമുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. രാവിലെ യൂസ് ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടണം. അത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. തൂക്കണം. അതുപോലെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം ഞാനിന്ന് രാവിലെ 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:15 അലാറം വെച്ചു. അലാറം അടിച്ച് ഞാൻ കണ്ണ് തുറന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് 5:30 ആയി. പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പാത്രം കഴുകട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ വാവേനെ കൊണ്ടാക്കിയിട്ട് വന്ന ഉടനെ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വെക്കട്ടെ. പിന്നെ ചോറ് വെക്കാനുണ്ട്. വാവയ്ക്ക് ഞാൻ കുക്കറിൽ വെള്ള അരി ഇട്ടിട്ടാണ് ചോറ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് റേഷൻ അരി ഇട്ടിട്ട് ചോറ് വെക്കണം. അപ്പോൾ ചോറ് വെക്കണം, ക്ലീനിങ്, അതുപോലെ ഈ പാത്രം കഴുകൽ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്ത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോവാൻ. അപ്പോൾ ഞാൻ പോയിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് വരാം. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഗ്യാസിൽ വെക്കുന്നുണ്ട്. നമ്മൾ അടുപ്പത്തല്ല കേട്ടോ. ഞാൻ 2 ദിവസമായിട്ട് അടുപ്പിലല്ല ചോറ് വയ്ക്കുന്നത്, ഗ്യാസിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് അരി ഒന്ന് കഴുകിയിട്ട് കൊടുക്കണം. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ വെച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഗ്യാസിൽ വെക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അരി എടുത്തിട്ടുണ്ട്. അത് കഴുകി നന്നായിട്ട് കഴുകണം കേട്ടോ. ഇത് കഴുകുമ്പോൾ കയ്യിൽ നമ്മൾ എണ്ണ തേക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ നന്നായിട്ട് കഴുകുക. നമുക്ക് ചൂടുവെള്ളത്തിൽ കഴുകാൻ പറ്റിയാൽ അത്രയും നല്ലത് നമ്മുടെ ഹെൽത്തിന്. ഇപ്പം എല്ലാത്തിലും മായമാണ്. ഒന്നും നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിലും മായമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഒരു 3-4 വെള്ളം കഴുകി. അരി 4 വെള്ളത്തിലാണ് കേട്ടോ കഴുകിയിട്ടെടുത്തത്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അരിയിട്ട് കൊടുക്കുകയാണ്. അരിയിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും. നമുക്ക് റേഷൻ അരിയുടെ വേവ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വെന്ത് കുഴഞ്ഞു പോകും. നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരിതിലായി പോകും. കുറച്ചൊന്ന് വേവ് കൂടിയാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരിതിലോട്ട് പോവും. എന്തെങ്കിലും കുഴഞ്ഞിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വേവ് നമുക്ക് അറിഞ്ഞിരിക്കണം റേഷൻ അരിയുടെ. അപ്പോൾ ഞാൻ അരി ഇട്ടതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഹാളും അതുപോലെ റൂമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ്. ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാവ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വൃത്തിയാക്കിയാലും പിന്നെയും നാശമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഞാൻ വഴക്ക് പറയും കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം വരുവാണെങ്കിൽ വഴക്ക് പറയും. അല്ലാത്തപ്പോഴും ഞാൻ മൈൻഡ് ചെയ്യില്ല. തുണികളൊക്കെ അവിടെ ഇവിടേക്ക് വലിച്ചു വരെയിടും. ആൾക്ക് കളിപ്പാട്ടം വെച്ച് കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തുണികൾ വെച്ച് കളിക്കാനാണ്. തുണികൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു തുണി ഇട്ടിട്ട് അത് കഴുകാനുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് പോകും അത് കളിക്കാൻ വേണ്ടിയിട്ട്.
തുണി കഴുകുക, മടക്കുക, അങ്ങനത്തെ കളിയൊക്കെ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോളിലൊക്കെ ഫുള്ള് തുണികളായിട്ടൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ വഴക്ക് പറയും. കുട്ടികളുള്ള വീടുകളിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈമിൽ അവർക്കത് മനസ്സിലാവൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ അവരെ വഴക്കറിയുക, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഹോളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടട്ടെ. അത് കഴിഞ്ഞ് അരി വേവിച്ച് വെച്ചിട്ട് വേണം എനിക്കൊന്ന് റെഡിയാവാൻ പോകാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ. ഒരാഴ്ചയായി ഓട്ടം തുടങ്ങിയിട്ട്. അപ്പം അത് ശരിയാവുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാം. ശരിയായില്ലെങ്കിൽ അത് പറയണ്ടല്ലോ. ശരിയാവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും എല്ലാവരോടും ഞാൻ പറയാം. നമുക്കൊരുപാട് ഹാപ്പി തരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും അവരവർക്ക് ഹാപ്പി തരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓടുന്നത്. അപ്പോൾ വാവ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കണം കേട്ടോ. സ്കൂളിൽ ഫ്രണ്ട്സായോ, അതുപോലെ എന്താ പഠിപ്പിച്ചേ, എന്തെങ്കിലും പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആൾ ഇങ്ങോട്ടൊന്നും പറയില്ല കേട്ടോ. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ പറയൂ. അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഇതായിപ്പോയി. ആളിങ്ങനെ തുറന്നൊന്നും അങ്ങനെ പറയില്ല. അപ്പം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ ആ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അവർ ഫുഡ് കഴിച്ചിട്ട് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഒരുപാട് സമയം അതങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ സ്മെല്ല് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഒരു ലഞ്ച് ബോക്സിനൊക്കെ എന്താ വില, ഭയങ്കര റേറ്റാണ്. ഇത് തന്നെ 300 എത്ര രൂപയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലഞ്ച് ബോക്സിന്. പിന്നെ വേറെ ഉണ്ട് 700 സംതിങ് 800 രൂപയുടെ ലഞ്ച് ബോക്സൊക്കെ. അയ്യോ, പക്ഷേ എനിക്ക് അതൊക്കെ നല്ല ഇഷ്ടം. നല്ല കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്. ഒരു സെക്ഷനായിട്ട് നമുക്ക് ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ ഒരു സെക്ഷനായിട്ടുള്ളതാണ്. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അങ്ങനത്തെ വാങ്ങണമെന്നായിരുന്നു. അപ്പോൾ റേറ്റ് കണ്ടപ്പോഴേ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ദാ ഈ ഒരു ഇത് വാങ്ങിച്ചു കൊടുത്തു. പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങണ്ട എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചൂട് ചോറൊക്കെ വയ്ക്കുമ്പോൾ അൺഹെൽത്തി അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങാത്തത്. അപ്പോൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ചായ തിളപ്പിച്ച് കൊടുക്കുകയാണ്. രാവിലെ ഞാൻ പാല് കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് കട്ടൻ ചായയാണ്. നമ്മൾ അങ്ങനെയാണ് കേട്ടോ. രാവിലെ പാൽ ചായയും വൈകിട്ട് കട്ടൻ ചായയാണ്. അപ്പോൾ കട്ടൻ ചായ തിളപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ. കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് അമ്മ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കഷ്ണം വറുക്കണം. ബാക്കി മസാല എല്ലാം പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നാളെ വാവയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസാല എല്ലാം പുരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇത് ഒരു റെഡ് കളർ മീനാണ് കേട്ടോ. ഉണ്ണിമേരി എന്ന് എന്തോ ആണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം. എനിക്ക് അത് കഴിക്കണമെന്നുണ്ടായിരുന്നു, വറുത്ത് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പറ്റിയത് കേട്ടോ.
മീൻ വറുത്തുകൊണ്ടിരുന്നപ്പോൾ വാവ കൗണ്ടർ ടോപ്പിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മീൻ എണ്ണയിലിടാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ചൂടെണ്ണയാണ്, ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അത് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ആൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാനോ ഒക്കെ വരും. പക്ഷേ ഞാൻ തീയിലുള്ള കളിയൊന്നും ഞാൻ അലോഡ് ചെയ്യില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് വാശി പിടിച്ചു, ഞാൻ എണ്ണയിൽ മീനിടാമെന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ സമ്മതിച്ചില്ല, എന്നിട്ട് എടുത്ത് ഞാൻ തറയിലാക്കി. ആളതുവഴി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ മീനൊക്കെ വറുത്ത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. രാവിലെ വാവയ്ക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ കൊടുത്ത വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.